എന്താ പറയാന്നുള്ളതാണ്. ഈ ഭാവനാലോകത്ത് എത്തിപ്പെടുന്ന മനുഷ്യൻ, എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ ഫിക്ഷൻ വേണം എന്നുള്ളതാണ്. ഭാവന എന്ന് പറയുന്നത് നമ്മൾ ഫിക്ഷൻ എന്ന് പറയാമല്ലോ, എഴുത്തിനെ റിയലിസ്റ്റിക്. മാധവിക്കുട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ജീവിതത്തിൽ നടന്ന പോലെ എഴുതാനാണെങ്കിൽ ആധാരം എഴുതിയാൽ പോരെ, അല്ലേ? ജീവിതത്തിൽ കുറച്ച് ഭാവന വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാവനയുടെ ലോകത്തിൽ പെട്ടുപോയാൽ അത് നീ പെടുന്ന ഭാവന പോലെ ഇരിക്കും. അതിപ്പോൾ ഞാൻ ഭാവനയിൽ കാണുന്നൊരു കാര്യം, എല്ലാ KLF-ലും ഞാനിവിടെ ഒന്ന് പറയുന്നതാണ്, എനിക്കൊരു സ്റ്റാൻഡപ്പ് ഷോ ചെയ്യണമെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു ചിരി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സ്റ്റേജൊക്കെ ബുക്ക് ചെയ്ത് നടന്നൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണമെന്നില്ല. ഇതും വർക്കബിളാണ്. ഞാനിപ്പോൾ ഭാവനയിൽ കാണുന്നൊരു സിനിമയാണ്. എൻ്റെ ഒരു കഥ സിനിമയായ എങ്ങനെ ഇരിക്കും, ആ ഭാവനയിൽ ഞാൻ പെട്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞാൻ കുറേ കൂടി നല്ലൊരു മനുഷ്യനാവും, ഞാൻ കുറേ താഴത്തോട്ട് പോകും. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്, ജോസഫേ, നീ ഇങ്ങനെ റിയലിസ്റ്റിക് കഥകൾ മാത്രം എഴുതാതെ ഫിക്ഷനായിട്ടുള്ള കാര്യങ്ങളും പറയൂ, സംസാരിക്കൂ കൂടുതലും എന്നോട് പറഞ്ഞു. അത് കേട്ട് ഞാൻ മറ്റൊരു കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ഞാൻ കുറേ കൂടി ഫിക്ഷനൊക്കെ, ഈ ജീവിതഗന്ധിയായ കഥകളൊക്കെ പറഞ്ഞ് മടുത്ത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അളിയാ, നീ സച്ചിൻ ടെണ്ടുൽക്കറാണ്, ഷൊഹൈബ് അക്തർ ആവാൻ ശ്രമിക്കരുത്. നിന്റെ കഴിവ് ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഭാവനയിൽ പെട്ടുപോയാൽ ആ പെഡൽ അപ്ഗ്രേഡ് ചെയ്താൽ നന്ന്, നിന്നെ ഡീഗ്രേഡ് ചെയ്താൽ അറിഞ്ഞുകൂടാ.